ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കുറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് ഒരു ഫൺ ഡേ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചാലോ എന്നൊരു ആലോചന വരികയും ഞാനും ചേച്ചിയും അദ്രുവും നന്നുവും കൂടി ഞങ്ങളൊരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെങ്ങുമല്ല, ഞങ്ങളുടെ ചിറ്റാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക്. അങ്ങോട്ട് പോയിട്ട് അവിടോട്ട് നമുക്ക് കസിൻസിനെയൊക്കെ വിളിച്ചിട്ട് ഇന്ന് ഫുൾ ഒരു ഡേ നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇത് ആക്ച്വലി വേറൊരു പ്ലാൻ ഫ്ലോപ്പായതിൻ്റെ പുറത്ത് പ്ലാൻ ബി ആയിട്ട് വന്നൊരു പ്ലാനാണ് കേട്ടോ. മൊത്തം പ്ലായാണല്ലോ. എനിവേയ്സ്, ഞങ്ങൾ അവിടെ എത്തി. ഈ പാലം കണ്ടപ്പോൾ സ്ഥലം എവിടെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലെങ്കിലും സാരമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹരിതാപവും പച്ചപ്പും ഒക്കെ ഉള്ള ഒരു മനോഹരമായ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേനും ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ കാര്യമായിട്ട് വെളിയിൽ അത്ര എക്സ്പ്ലോർ ചെയ്തില്ല. അപ്പോൾ ഒരു വെയിലത്ത് കരിഞ്ഞുണങ്ങണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ പതിയെ വീടിൻ്റെ അകത്തേക്ക് പോയി. വീടിൻ്റെ അകത്തേക്ക് ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നത്, ഞാനിപ്പോൾ ഉള്ളത് വീണ്ടും ഞാൻ എൻ്റെ ഗേൾസ് ഗ്യാങ്ങുമായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ തന്നെ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് ഇവരുടെയൊക്കെ കൂടെ കാണുമ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോഴേക്കും ഒരു ഉച്ച സമയമായിരുന്നല്ലോ. ഫുഡ് കഴിക്കാമെന്നൊരു പ്ലാനിങ്ങിലേക്ക് എത്തി. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നെങ്കിലും കാര്യമായിട്ട് തന്നെ ചിറ്റാമ്മ എല്ലാം സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അതൊരു ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ലഞ്ചിന് ഇന്ന് ഇവിടെ കപ്പയുണ്ട്, സാലഡുണ്ട്. ഇത് ആപ്പിളൊക്കെ ഉള്ളൊരു സാലഡ്, ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. ചിക്കൻ കറിയുണ്ട്, പിന്നെ ചോറുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ഇതെന്തോ പുളിശ്ശേരി ഉണ്ട്, പുളഞ്ചിക്ക അച്ചാർ ഉണ്ട്. ഞാൻ ഇത്രയും ഒന്ന് ആദ്യം കഴിച്ച് ഒതുക്കിയിട്ട് വരാം, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതിലോട്ടൊക്കെ കടക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിക്കുകയും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. സംഭവം ഞാൻ പിന്നെ ചോറ് എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നെങ്കിലും ചോറ് ഞാൻ എടുത്തില്ല കേട്ടോ. അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചിക്കൻ കറിയുമായിരുന്നു കേട്ടോ. ഫ്രൈയും കൊള്ളായിരുന്നു. ഞാനൊരു ചിക്കൻ ഫ്രൈ ഫാനാണ്. എനിവേയ്സ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് ദഹിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് വോക്കിനിറങ്ങി. വോക്ക് ഇൻ ദ സെൻസ്, ഞങ്ങൾക്ക് അവിടുത്തെ ഭംഗികൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും പിന്നെ ഞാനൊരു റീലും ഒക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചില്ല് ചെയ്തിങ്ങനെ പോയി. ഇനി നമ്മൾ ഇപ്പോൾ ഒരു ചായ ടൈം ആയിട്ടുണ്ട്. ചായ പ്ലസ് കടി കാര്യങ്ങളിലേക്ക് കടക്കാം. ഓൾറെഡി കുറച്ച് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെല്ലാവരും അടുത്ത യുദ്ധത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സും, പിന്നെ ഇത് ചായയല്ല ആക്ച്വലി, എല്ലാവരും പാലാണ് കേട്ടോ കുടിച്ചത്, ബൂസ്റ്റ് ഇട്ട പാല്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയതാണ് ഗോബി മഞ്ചൂരിയൻ. സംഭവം ആളൊരു നല്ല കുക്കാണ്, അല്ലെങ്കിൽ ഷെഫാണ്. അവൾ എന്ത് ചെയ്താലും നല്ല ടേസ്റ്റായിരിക്കും. ആഫ്റ്റർ എ ലോങ് ഡേ ഞങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ലോങ് ഡേ എന്നത് പറയാൻ പറ്റത്തില്ല. എനിവേസ്, അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു മനസ്സും വയറും ഒക്കെ നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ പറയായിരുന്നു ഇന്ന് ആരെയാണ് കണി കണ്ടത്. എനിവേസ്, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.